ഹായ്, അമലസ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2026 ജനുവരി 2 മുതൽ 11 വരെ നമ്മളുടെ 13ാമത് കുടുംബശ്രീ ദേശീയ സരസ്മേള ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണാൻ പോവുകയുണ്ടായി. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതിനിടയിൽ എനിക്ക് ഒരു ദിവസമേ കാണാൻ പോകാൻ പറ്റുള്ളൂ. അതും കൂടെ പോയില്ലെങ്കിൽ വമ്പൻ നഷ്ടമായേനേട്ടാ. അത്രയും വലിയ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തത്. പക്ഷേ അതിനിടയിൽ കുറേ ഹോസ്പിറ്റൽ കേസായി. ഞാൻ പോക്കും വരവൊക്കെ ആയിട്ടാണ് എനിക്കും കൂടെ കാണാൻ പറ്റിയില്ല. ആ ഒരൊറ്റ ദിവസം എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിന് ശേഷം പരിപാടിയൊക്കെ എന്തായാലും കഴിഞ്ഞു. 11 വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും വീഡിയോ എടുത്തതല്ലേ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ രാവും പകലും അണിനിരക്കുന്ന പ്രശസ്തരായ കലാകാരന്മാരുടെ നൃത്തവും സംഗീതവും ഒക്കെ അടങ്ങുന്ന പരിപാടികളായിരുന്നു. അതേപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പരിപാടി നടന്നിരുന്നത് തൃത്താല നിയോജകമണ്ഡലത്തിലെ മുലയമ്പറമ്പ് മൈതാനം ചാലിശ്ശേരിയിൽ വെച്ചായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 250 ഉൽപ്പന്ന വിപണന സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. കലാസന്ധ്യകൾ, സെമിനാറുകൾ, ആദരായനം, സാംസ്കാരിക ഘോഷയാത്ര, അതേപോലെ മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്, ഭക്ഷ്യമേള, പിന്നെ പുഷ്പമേള ഉണ്ടായിരുന്നു, ഹാപ്പിനെസ് കോർണർ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ ആളുകള് ഈ ചാലിശ്ശേരി മൈതാനത്ത് എത്തിക്കഴിഞ്ഞാൽ രാത്രി ഏറെ ഇരുട്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും തിരിച്ചു പോകുന്നത്. കാരണം ഫുഡ് ഏത് ടൈമിലും ഫുഡ് ഉണ്ട്, എനി ടൈം. പിന്നെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എൻജോയ്മെന്റിനായിട്ട് റൈഡുകളുണ്ട്, പുഷ്പമേളയുണ്ട്, വിപണനമേളയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കലാപരിപാടികളും. അത് ഒന്നിട വിട്ടിട്ട് കുറച്ച് ടൈം ഗ്യാപ്പിൽ ഇങ്ങനെ ഓരോന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു. എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിനെക്കാട്ടിയും തിരക്കായിരുന്നു കേട്ടോ. ശരിക്കും ഈ പരിപാടി നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണം എന്ന് പറഞ്ഞത് വെറുതെ ആയില്ല. വിജയം എന്ന് പറഞ്ഞാൽ വമ്പൻ വിജയം. അത്ര വലിയ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇത്. കൊല്ലംകാരുടെ സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചു കേട്ടോ. എല്ലാം നല്ല പ്രോഡക്റ്റ് ആയിരുന്നു. ഏലക്കായ, പട്ട, അതേപോലെ കൊടംപുളി, ചുക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങളും മേടിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ചക്കരയാണ് കേട്ടോ, പനഞ്ചക്കര. അത് ആ കാണുന്നതാണ്. അത് സംഭവം എന്ന് വെച്ചാൽ കിട്ടു സാധനം കേട്ടോ. നമുക്ക് തൊണ്ടവേദന വരുമ്പോൾ അതിൻ്റെ ഒരു പീസ് വായിലെടുത്ത് ഇട്ടാൽ മതി. നമ്മൾ ചായ വെക്കണം എന്നില്ല. അതായത് അതിൽ ചുക്കും പിന്നെ കുരുമുളക്, അരിമോദകം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ചക്കരയായിരുന്നു. അപ്പം അത് ഞാൻ കുറച്ച് വാങ്ങിച്ചു. നമുക്ക് ചുക്ക് ചായ വെക്കണ്ട പനി വരുമ്പോൾ. ഇത് വായിലിട്ട് കഴിച്ചാൽ പനിയും ജലദോഷവും തൊണ്ടവേദനയും എല്ലാം പോകും. ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ് പ്രോഗ്രാം എന്ന് കുറച്ചും കൂടെ വിശദമാക്കി പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ്മേളയാണ്. അതാണ് ഈ ജനുവരി 2026 2 മുതൽ 11 വരെ നടന്നത്. അപ്പോൾ ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് സരസ്മേളയാണ്. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃത്താലയിൽ എത്തുന്നത്. അതേപോലെ തന്നെ ഈ വിപണന മേളയോടൊപ്പം തന്നെ കേരളത്തിലെ ഇതര സംസ്ഥാനങ്ങളിലെയും രുചി വൈവിധ്യം വിളമ്പുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്, പ്രശസ്തരായ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സംഗീത നൃത്ത നിശകൾ, പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ. ഇതിനൊക്കെ പുറമെ തൃത്താല മണ്ഡലത്തിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ആദരസന്ധ്യകള്, വിവിധ വിഷയങ്ങളിലെ സെമിനാറുകൾ, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം പുഷ്പമേളയും കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകളും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല. ഞാൻ ഒരു ദിവസം കുറച്ച് നേരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളായപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പുഷ്പമേളയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഭക്ഷ്യമേളയുടെ അവിടെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ അച്ചാർ വാങ്ങിച്ചിരുന്നു കേട്ടോ, കോട്ടയത്തുകാരുടെ. ഇത് വെറും നാരങ്ങ അച്ചാറല്ല, ഉണക്കിയിട്ട് ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർക്ക് കൊറിയർ സർവീസും ഉണ്ട് കേട്ടോ, കോട്ടയത്തുകാർക്ക്. അപ്പോൾ അത് ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, സാധനം വീട്ടിലെത്തും. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അച്ചാറിൽ. അതേപോലെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉള്ള അച്ചാർ ടിന്നുകൾ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇത് വേണമെന്ന് വെച്ചാൽ ഇതേ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങയല്ല എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഐറ്റംസും പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് കോഴിക്കോട്ടുകാരുടെ ഹൽവയാണ്. കോഴിക്കോട് ഹൽവ പിന്നെ എവിടെ കണ്ടാലും ഞങ്ങൾ വിടില്ല, അതെന്തായാലും വാങ്ങിക്കും.
അപ്പോൾ സരസ് മേളയിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് കാണാനും പറ്റിയില്ല, നിങ്ങൾക്ക് വേണ്ടി അത് ഷെയർ ചെയ്യാനും പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. കാരണം അത്രയും വലിയൊരു ദേശീയ പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു ദിവസം കൂടെ പോയില്ലെങ്കിൽ എനിക്ക് അതും കാണാൻ പറ്റില്ലായിരുന്നു, വമ്പൻ നഷ്ടമായേനെ. എന്താന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഓരോ ടൈമിലും പരിപാടികളാണ്. 3 സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിൽ കുടുംബശ്രീക്കാരുടെ കലാപരിപാടികൾ ദിവസം 2 മണിക്ക് 1 മണിക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൽ പലതരം കളികൾ, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, അങ്ങനെയുള്ള കളികളുണ്ടായിരുന്നു. കുട്ടികളുടെ പാട്ടുകൾ, ഡാൻസ്, അതേപോലെ നാടൻ പാട്ടുകൾ, പിന്നെ സെമിനാറുകൾ, ഓരോരുത്തരെ ആദരിക്കുന്ന ചടങ്ങുകൾ, അങ്ങനെ ഒത്തിരി പരിപാടികൾ ഉണ്ടായിരുന്നു. ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. ഒപ്പം ഉദ്ഘാടന സമ്മേളനത്തിന് ഒത്തിരി മന്ത്രിമാർ, അതുപോലെ MP-മാർ, MLA-മാർ, സ്പീക്കർ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഒരു മ്യൂസിക്കൽ ഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും അതേപോലെ പ്രകാശ് ഉള്ളിയേരും നമ്മുടെ സംഗീത സംവിധായകൻ ശരത് സാറും എല്ലാം അടങ്ങിയ ഒരു ഫ്യൂഷനായിരുന്നു. അന്നേ ദിവസം തന്നെ ഞങ്ങളുടെ സ്വന്തം നാടിൻ്റെ, അതായത് പെരുങ്ങോടിൻ്റെ സ്വന്തം പഞ്ചവാദ്യവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം പരിപാടി ഉണ്ടാവും, ഉച്ചയ്ക്ക് ഉണ്ടാവും, അതിനിടയിൽ 3 മണി ആ ടൈമിലുണ്ടാവും. അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു. നവ്യ നായരുടെ നൃത്തം ഉണ്ടായിരുന്നു, റിമി ടോമി വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ പുഷ്പാവതി പോയി പാടത്ത് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഗംഗക്കുട്ടിയുടെ വയലിൻ ഉണ്ടായിരുന്നു, മോഹിനിയാട്ടം RLV രാമകൃഷ്ണൻ്റെയും സംഘത്തിൻ്റെയും, പിന്നെ ഓരോ ദിവസവും ഓരോ മന്ത്രിമാരുടെയും പങ്കെടുക്കുന്ന സെമിനാറുകൾ ഉണ്ടായിരുന്നു. അതേപോലെ സ്റ്റീഫൻ ദേവസിയുടെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഗസൽ ഉണ്ടായിരുന്നു, ഷഹബാസ് പാടുന്നു എന്നുള്ള പരിപാടി. പിന്നെ സൂഫി മ്യൂസിക് സംഗീതം ഉണ്ടായിരുന്നു, സൂരജ് സന്തോഷിൻ്റെ ലൈവ് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും പരിപാടി കാരണം ലാസ്റ്റ് ഉണ്ടായിരുന്നത് സിത്താരയുടെ പരിപാടിയായിരുന്നു, മ്യൂസിക്. അതേപോലെ മഞ്ജു വാര്യർ വന്നിട്ടുണ്ടായിരുന്നു 11-ാം തീയതി. പിന്നെ തായമ്പാകി ഉണ്ടായിരുന്നു അന്ന്, തൃത്താല, ശങ്കരൻകുട്ടി പൊതുവാളും സംഘത്തിൻ്റെയും. അങ്ങനെ എല്ലാം അവസാന സമാപന ദിവസം വരെയും തകർത്ത പരിപാടികളായിരുന്നു. ഞാൻ ദിവസം ഹോസ്പിറ്റലിലേക്ക് പോവും വരും, ഭക്ഷണം കൊണ്ടുകൊടുക്കലും. അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ രാവിലെ പോവും, വൈകുന്നേരം വരും, ചില ദിവസം വൈകുന്നേരം പോവും, പിറ്റേ ദിവസം രാവിലെ വരും. അപ്പോൾ ഒക്കെ ഇത് കാണാം. അത്രയും തിരക്കാണ്. കാരണം ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് 2-3 കിലോമീറ്റർ കഷ്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ തൊട്ടടുത്തായ കാരണം റോഡ് ഫുള്ളും ബ്ലോക്കായിരുന്നു. കാരണം ജനങ്ങൾ അത്രയും തിങ്ങി നിറഞ്ഞു വരികയായിരുന്നു. ഈ സാരി കളക്ഷനെ നമ്മുടെ കാശ്മീരിലാണ് കേട്ടോ. കൈ വെച്ച് അങ്ങനെ ഒഴുകി പോവും, അത്രയും സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സ്റ്റാർട്ടിങ് 1500 അവർ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. നല്ല കളക്ഷനായിരുന്നു. എല്ലാ കളറും ഡിസൈൻസും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്കോ ഇഷ്ടപ്പെട്ടോ?
ജനുവരി 2 മുതൽ 11 വരെ നടന്ന 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയിൽ നടന്ന വിപണന മേളയുടെ ചെറിയൊരു ഭാഗം, അതായത് ഷോർട്ടാക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഭക്ഷ്യവിപണന മേള ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോ ലോങ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഭക്ഷ്യവിപണന മേള ഇടുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ആരും കാണാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്